യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് മുട്ടാൻ ഒരു സ്ഥലം ബൈബിൾ കാണിച്ചു തരികയാണ്. നമുക്ക് ഏതാവശ്യവും മുട്ടി ചോദിക്കാനുള്ളൊരിടമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. യേശു മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? തുറക്കും. കർത്താവ് പറഞ്ഞത് കർത്താവിനെ ഡിസ്റ്റർബ് ചെയ്യാനാ പറഞ്ഞത്. സ്തോത്രം. കർത്താവ് എന്നാ പറഞ്ഞേ? എന്നെ ഡിസ്റ്റർബ് ചെയ്തോന്നാ പറയുന്നേ. സഹോദരന്റെ വീഴ്ചയിൽ, സഹോദരന്റെ തകർച്ചയിൽ, അവന്റെ കണ്ണുനീരിൽ നിനക്ക് എവിടെയെങ്കിലും സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അകത്തിരിക്കുന്ന ആത്മാവേതാത്മാവാണെന്നൊന്നുകൂടൊന്ന് ശോധന ചെയ്യണം. സ്തോത്രം. പരിശുദ്ധാത്മാവ് അകത്തിരിക്കുന്ന ഒരു വ്യക്തി മറ്റൊരുവന്റെ വേദനയിൽ സന്തോഷിക്കത്തില്ല. ആത്മാവേ കനിയണമേ, അഭിഷേകം. ഓ ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇന്നും ധ്യാനിപ്പാൻ, ചിന്തിപ്പാൻ ഇടയായി തീരട്ടെ. വായിക്കാം ശബ്ദമുയർത്തി. അതിനോട് കണക്ട് ചെയ്ത് ഒരു വചനം കൂടെ വായിക്കാൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം, അതിൻ്റെ 9, 10, 11 വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 9, 10, 11 വാക്യങ്ങൾ. യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിനെന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 11 വരെ ആയോ? ഒരെണ്ണം കൂടെ വായിച്ചോ. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. സമകാലികരായ 2 എഴുത്തുകാർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആമേൻ സ്തോത്രം തിരുവായ് മൊഴികളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന 2 ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. ഒരേ വചനങ്ങൾ തന്നെയാണ്, 2 നിന്ന് നമ്മൾ വായിച്ചു മനസ്സിലാക്കുവാനിടയായി തീർന്നു. ആമേൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയായിരുന്നു, യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. സ്തോത്രം. നമ്മൾ യാചിച്ച വിഷയങ്ങൾക്കൊക്കെ കർത്താവ് മറുപടി തന്നിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ ഉറപ്പുള്ളവരുണ്ടോ? സ്തോത്രം. നമ്മൾ യാചിച്ച ഏതൊക്കെയോ വിഷയത്തിനകത്ത് അത്ഭുതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? സ്തോത്രം. ദീപാൻറ്റി കണ്ടിട്ടുണ്ടോ? സ്തോത്രം. ആമേൻ. യാചിച്ച വിഷയങ്ങൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് ജീവിക്കുന്ന സാക്ഷികളാണ് നമ്മളെല്ലാവരും. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആവശ്യങ്ങൾ ഇന്നുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? തീരുന്നില്ല. നമ്മൾ മരിക്കുന്നത് വരെ നമുക്കിങ്ങനെ ആവശ്യങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വന്നുകൊണ്ടിരിക്കും. സ്തോത്രം. പണ്ടാരോ പറഞ്ഞതുപോലെ ഒരു വാഹനം പോലും ഇല്ലാതെ, ഒരു സൈക്കിൾ പോലും ഇല്ലാതിരുന്ന ഒരാൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഒരു സൈക്കിൾ കിട്ടിയിരുന്നെങ്കിൽ പുള്ളിയുടെ ജോലി ഭാരം ഇച്ചിരി കുറയ്ക്കായിരുന്നു. പുള്ളിക്ക് ദൈവം ഒരു സൈക്കിൾ കൊടുത്തു. സൈക്കിൾ കൊടുത്ത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പുള്ളി ചിന്തിച്ചു, സൈക്കിളിനേക്കാൾ ഇച്ചിരി ഒരു മോട്ടോർ ബൈക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ദൈവം അദ്ദേഹത്തിന് ഒരു മോട്ടോർ ബൈക്ക് കൊടുത്തപ്പോൾ പുള്ളിക്ക് പിന്നെയും പരാതിയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറയുക, ഈ മഴയൊക്കെ ഒന്ന് നനയാതെ, വെയിലൊക്കെ ഒന്ന് കൊള്ളാതെ ഇച്ചിരി ഒന്ന് പോകാൻ ഒരു ചെറിയ കാറ് കിട്ടിയിരുന്നെങ്കിൽ. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നമ്മുടെ ആവശ്യങ്ങൾ മരിക്കുന്നത് വരെ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വന്നുകൊണ്ടിരിക്കും. സ്തോത്രം. നമ്മുടെ ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക്
മറുപടി ലഭിക്കേണ്ടതിന് മാത്രമായി തീരരുത് ദൈവത്തെ വിളിക്കുന്നത്. സ്തോത്രം. കർത്താവിനെ ഹൃദയംഗമായി രുചിച്ചറിയണം. സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് രക്ഷ എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹാദാനമാണ്. സ്തോത്രം. ഈ സുവിശേഷം ഇന്ന് വൈകുന്നേരം ഇവിടെ വന്നിരുന്ന് നമുക്ക് ഇത്രയും പേർക്ക് ഈ സുവിശേഷത്തെ കേൾക്കുവാനും പറയുവാനും ലഭിച്ചത് മഹാഭാഗ്യമാണ്. വചനം പറയുന്നു, ദൂതന്മാർക്ക് പോലും ലഭിക്കാത്ത മഹൽ ഭാഗ്യമാണ് മനുഷ്യരായ നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സുവിശേഷം അറിഞ്ഞതുകൊണ്ട്, ഈ സുവിശേഷം അറിയിക്കുന്നത് കൊണ്ട് നമ്മൾ ഭാഗ്യമുള്ള ജനതയാണ്. ആ വിശ്വാസമുള്ളവർ കരങ്ങളെ ഉയർത്തിയൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഭാഗ്യമുള്ളവരാണ് കേട്ടോ, നമ്മൾ ഭാഗ്യമുള്ളവരാണ്. സ്തോത്രം. ആമേൻ. അനേക ആളുകൾ യേശുവിൻ്റെ അടുക്കൽ കടന്നു വരാറുണ്ട്, യേശുവിൻ്റെ അടുക്കൽ നിന്ന് അതുപോലെ പോകാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ പറഞ്ഞു, യേശുവിൻ്റെ അടുക്കൽ 10 കുഷ്ഠരോഗികൾ വന്നു. അവരെ 10 പേരെയും കർത്താവ് സൗഖ്യമാക്കി പോയ 10 പേരിൽ ഒരാൾ മാത്രം എന്ത് ചെയ്തുള്ളൂ? യേശുവിൻ്റെ അടുക്കൽ തിരിച്ചു വന്നുള്ളൂ. ബാക്കി 9 പേരും സൗഖ്യം പ്രാപിച്ചുകൊണ്ട് എവിടെ പോയി? വീട്ടിൽ പോയി. സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം. ആ ഒരു വ്യക്തി രക്ഷപ്പെട്ട് കാണും. ബാക്കിയുള്ളവനെല്ലാം ആമേൻ ഒരു കുഷ്ഠം മാറിയെങ്കിൽ അടുത്ത രോഗം വരും. സ്തോത്രം. കർത്താവിന് മഹത്വം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഏറ്റവും അധികമായി നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? എന്തിനാണ് ആരാധിക്കുന്നത്? പ്രശ്നം മാറാൻ വേണ്ടി മാത്രമാണോ? അല്ല. പ്രശ്നം മാറാൻ വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. നമുക്കൊരു ബോധ്യമുണ്ട്, നമ്മുടെ അകത്തൊരു ദൈവാത്മാവുണ്ട്. സ്തോത്രം. നമ്മൾ ജീവനോടിരിക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. നമ്മുടെ അകത്തൊരാത്മാവിനെ കർത്താവ് വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ 80 വർഷം 60 വർഷം 40 വർഷം ദൈവം തരുന്ന ആയുസ് ജീവിക്കുന്നു. ഈ ലോകത്തെക്കുറിച്ച് വചനം പറയുന്നത് ക്ഷണികമായ കാലഘട്ടമാണ്. വെറും 4 വിരൽ നീളമാണ് ഈ ലോകത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന ആത്മാവ് നിത്യതയുള്ള ആത്മാവാണ്. എന്ന് പറഞ്ഞാൽ അതിന് മരണമില്ല. സ്തോത്രം. മരണമുള്ളത് ഈ ജഡത്തിനാണ് മരണമുള്ളത്. ആമേൻ. സ്തോത്രം. ശരിയല്ലേ? നമ്മുടെ ജഡത്തിനാണ് എന്തുള്ളത്? മരണമുള്ളത്. നമ്മുടെ അകത്തുള്ള ആത്മാവിനൊരിക്കലും എന്തില്ല? മരണമില്ല. സ്തോത്രം. ആ ആത്മാവിനെ കുറിച്ച് ആമേൻ കൃത്യമായൊരു വെളിപ്പാട് തരുന്നതാണ് നമ്മുടെ ആമേൻ ബൈബിൾ എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മുടെ ആത്മാവിനെ നമുക്ക് നേടാൻ കഴിയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് നമ്മുടെ ആത്മാവിനെ നമുക്ക് നേടാൻ കഴിയുന്നത്. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിൽ ജീവനോടെ ഇരുന്ന് വിശ്വസിച്ച് വചനമനുസരിച്ച് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരുവൻ ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യമുള്ളവനാണെന്ന് ഞാൻ പറയും. കാരണം ഈ ലോകത്തിൽ നിന്ന് ഏത് സമയം നമ്മൾ മാറ്റപ്പെട്ടാലും നമുക്കൊരു പ്രത്യാശയുണ്ട്. നിത്യതയുടെ തുറമുഖത്ത് നിത്യജീവൻ തന്ന് നമ്മെ ചേർത്ത് പിടിക്കുന്നൊരു നാഥൻ നമ്മെ ദൈവം തിരഞ്ഞെടുത്തല്ലോ. കർത്താവ് നമ്മെ സ്നേഹത്താൽ പൊതിഞ്ഞല്ലോ. വചനം വായിക്കുന്നു, യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത് പറഞ്ഞു, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും. സ്തോത്രം. അപ്പം യാചിക്കുക, നിങ്ങൾക്ക് യാചിക്കുന്ന വിഷയത്തിനകത്ത് മറുപടി ലഭിക്കും. ആ വചനത്തിൽ ഈ 2 ഭാഗങ്ങളെ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചകളിൽ നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നല്ലോ. 2 ഭാഗം നമ്മൾ ചിന്തിച്ചു. യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിനെന്നാൽ നിങ്ങൾ കണ്ടെത്തും. മൂന്നാമത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുന്ന ഭാഗമാണ് മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? തുറക്കപ്പെടും. സ്തോത്രം. മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. സ്തോത്രം. എവിടെയാണ് മുട്ടേണ്ടത്? സ്തോത്രം. വാതിലിലാണ് മുട്ടേണ്ടത്. വാതിലിൽ മുട്ടിയാൽ മാത്രമേ തുറക്കത്തുള്ളൂ. ഞാനിവിടെ നിന്നുകൊണ്ട് ഈ ചെവരിൽ മുട്ടിയാൽ എനിക്ക് ചെവരാരും വന്ന് തുറന്നു തരത്തില്ല. ശരിയാണോ? ആമേൻ. സ്തോത്രം. ഞാനിവിടെ വാതിലിലാണ് മുട്ടുന്നതെങ്കിൽ എനിക്കൊരു ഓപ്പണിംഗ് ഉണ്ടാകും. ആമേൻ. വായിച്ച യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ യേശുക്രിസ്തു തന്നെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ യേശു പറയുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. യേശു പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോകുകയും
മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് മുട്ടാൻ ഒരു സ്ഥലം ബൈബിൾ കാണിച്ചു തരികയാണ്. നമുക്ക് ഏതാവശ്യവും മുട്ടി ചോദിക്കാനുള്ളൊരിടമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വാതിലാകുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് മുട്ടി വിളിക്കാൻ ഒരു വാതിലുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ തട്ടിച്ചോദിക്കാൻ ഒരു വാതിൽ നമുക്ക് വേണ്ടി ഇരിക്കുകയാണ്. ആ വാതിലാണ് കർത്താവായ യേശു ക്രിസ്തു. കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? തുറക്കപ്പെടും. മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. ആമേൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് വന്നേ നമ്മളിന്ന് വായിച്ച ആ ഭാഗത്തിലേക്കൊന്ന് കടന്നു വരാമോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 5 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വാതിലിൽ മുട്ടിയ ഒരു വ്യക്തിയെക്കുറിച്ച് ബൈബിൾ നമ്മെ കാണിക്കുന്നു. ഒന്ന് വായിക്കാമോ? പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന് ആ എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ അടച്ചിരിക്കുകയാണ്, എഴുന്നേറ്റ് തരാൻ എനിക്ക് കഴിയുകയില്ല എന്നകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ഒരു വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ് കേട്ടോ. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്ന യേശു ഒരു ഉപമ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഒരു ഉപമ പറയുകയാണ്. ഈ മുട്ടുന്ന സ്നേഹിതനെ കുറിച്ച് ഒരു ഉപമ യേശു പറയുകയാണ്. സ്തോത്രം. യേശു പറഞ്ഞ ഉപമ എന്നാണെന്നറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്ന് ഇരിക്കട്ടെ. സ്തോത്രം. ആമേൻ. ആ സ്നേഹിതൻ നിങ്ങളുടെ അടുക്കൽ വന്ന്, ആമേൻ, സ്തോത്രം, 3 അപ്പം വായ്പ ചോദിക്കുക അർദ്ധരാത്രിയിൽ. സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതാ യേശു പറയുന്ന ഈ കാര്യം ശ്രദ്ധിച്ചൊന്ന് പഠിച്ചാൽ അതിനകത്ത് വലിയൊരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ജോണ് ഞാൻ നല്ല സുഹൃത്തുക്കളാണല്ലോ. സ്തോത്രം. ഒരു ദിവസം എന്ത് ചെയ്യുമെന്നറിയാമോ? ജോൺ എൻ്റെ വീട്ടിൽ വന്ന് രാത്രി പോകുന്ന വഴിയിൽ എൻ്റെ വീട്ടിലൊന്ന് കയറി. സ്തോത്രം. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നോ രാത്രി വരിക. ഫുഡൊന്നും കഴിച്ചില്ല, നല്ല ക്ഷീണമുണ്ട്. അവിടെ കൂടെ പോയപ്പോൾ നേരെ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്നപ്പോഴാണെങ്കിൽ എനിക്ക് രാത്രി അവന് കൊടുക്കാനും ഒന്നുമില്ല. സ്തോത്രം. എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് സജിത്ത് താമസിക്കുന്നുണ്ട്. സ്തോത്രം. പുള്ളിയാണെങ്കിൽ ഏത് സമയവും ഫ്രീസറിനകത്ത് നല്ല മീനും ഇറച്ചിയും മുട്ടയൊക്കെ വെച്ചിരിക്കുന്ന പുള്ളിയാണ്. സ്തോത്രം. അത്യാവശ്യം ജോലിയൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ വീട്ടിലൊരു 5-6 മക്കളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും സ്നാക്സും ഫ്രൂട്ട്സും എല്ലാം ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്. സജിത്തിൻ്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എനിക്കറിയാം. എൻ്റെ വീട്ടിൽ ജോൺ വന്നപ്പോൾ എനിക്ക് ജോണിന് കൊടുക്കാനൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് എന്നാ ഇതെന്നറിയാമോ? പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഇവിടെ ചെയറിലിരുന്നോ, സുഖവിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് ഞാൻ എന്നാ ഇതെന്നറിയാമോ? അടുക്കള വശത്തൂടെ പതിയെ ഇറങ്ങിപ്പോയിട്ട് അപ്പുറത്ത് നിന്ന് സജിത്തിനെ തട്ടി വിളിക്കുക, ഡോറിൽ ചെന്ന് തട്ടി വിളിക്കുക. സ്തോത്രം. മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അകത്തുനിന്നൊരു 5-6 മുട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി ഉത്തരം അവിടെ നിന്ന്, ആരാ? സ്തോത്രം. ഞാൻ പറഞ്ഞു, ഞാനാ, പ്രിനുവാ. അപ്പോൾ ചോദിച്ചു, എന്നാടാ ഈ രാത്രിയിൽ എന്തുവാ അത്യാവശ്യം? ഞാൻ പറഞ്ഞു, എടാ ജോണ് വീട്ടിൽ വന്ന് എനിക്ക് കൊടുക്കാൻ ഫുഡില്ല, എൻ്റെ വീട്ടിലൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ നിൻ്റെ കയ്യിൽ ഇരിപ്പുള്ളതെന്ന് കുറച്ച് മാവോ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ എനിക്ക് താ, ഞാൻ അവനൊരു 3 ദോശ ഇട്ട് കൊടുക്കട്ടെ. സ്തോത്രം. സൈത്തിനോട് ചോദിക്കുക. സൈത്ത് അപ്പോൾ പറയുന്ന മറുപടി എന്നാണെന്നറിയാമോ? എൻ്റെ അടുത്ത് പിള്ളേർ കിടപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് എഴുതി തരാൻ പറ്റത്തില്ലെന്ന്. സ്തോത്രം. എനിക്കിപ്പോൾ എഴുതി തരാൻ പറ്റത്തില്ല, നീ പോയിട്ട് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. സ്തോത്രം.
പക്ഷേ എനിക്കെന്തോ രാത്രി എന്തോ വഴിയിരിക്കുന്നത്, അർദ്ധരാത്രി എവിടെ പോകാനാ? ഒരു കടയും ഇല്ല. സ്തോത്രം. വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്യും? അവിടെ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മുട്ടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. എന്തെങ്കിലും വഴി നോക്കി, എനിക്കിപ്പം നിന്നെ സഹായിക്കണമെന്ന് മനസ്സിനകത്ത് ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പോൾ സഹായിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. സ്തോത്രം. ഞാൻ നാണമില്ലാതെ വീണ്ടും നിന്ന് കൊട്ടുക. സ്തോത്രം. എടാ തുറന്നേ പറ്റത്തുള്ളൂ, തുറക്കാൻ പറയുക. 5-6 പറയുക. എത്ര നേരമെന്ന് പറഞ്ഞ് കേട്ടോണ്ടിരിക്കും. മനസ്സിലേക്ക് മാവ് മാത്രമാണ് ഞാൻ ചോദിച്ചെങ്കിൽ പുള്ളി അവിടെ ഇരിക്കുന്ന മുട്ടയും കറി വയ്ക്കാനുള്ള സകല സാധനവും കൂടെ എന്ത് ചെയ്യും? എടുത്തോണ്ട് തരും. കാരണം ഞാൻ ഇനി ചെന്ന് കിടന്നിട്ട് ഇനി വന്ന് എന്ത് ചെയ്യരുത്? മുട്ടി ശല്യപ്പെടുത്തരുത്, കൊണ്ടുപോക്കാളാൻ പറ. ഇത് മാനുഷികമായ കാര്യം. കർത്താവ് ഇതുപോലെ തന്നെയാണ് വ്യക്തമായി ഉപമയിലൂടെ പറഞ്ഞത്. മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? തുറക്കും. കർത്താവ് പറഞ്ഞത് കർത്താവിനെ ഡിസ്റ്റർബ് ചെയ്യാനാ പറഞ്ഞേ. സ്തോത്രം. കർത്താവ് എന്നാ പറഞ്ഞേ? എന്നെ ഡിസ്റ്റർബ് ചെയ്തോന്നാ പറയുന്നേ. സ്തോത്രം. ആരാ ഈ സ്നേഹിതൻ? ഈ കിടന്ന് ഉറങ്ങിയില്ലേ സജിത്ത് എന്ന് പറഞ്ഞില്ലേ? അത് യേശു ക്രിസ്തുവിനെയാ അവിടെ ഉപമിച്ചിരിക്കുന്നത്. സ്തോത്രം. ആരാ വന്ന് വീട്ടിൽ വന്ന് ആവശ്യം വരുന്നത്? നമ്മുടെ വീട്ടിലൊക്കെ ആരൊക്കെയോ വന്ന് നമ്മുടെ അടുത്ത് എന്തൊക്കെയോ ആവശ്യങ്ങളും വിഷയങ്ങളും ഒക്കെ ഷെയർ ചെയ്യാറില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സ്നേഹിതർ, വിവിധ ആവശ്യങ്ങളിലുള്ളവർ നമ്മളോട് വന്ന് എന്ത് ചെയ്യാറില്ലേ? പല ആവശ്യങ്ങളും പറയാറില്ലേ? കടന്നു പോകുന്ന കഷ്ടങ്ങളെക്കുറിച്ച് പറയാറില്ലേ? സ്തോത്രം. അത് കേട്ടിട്ട് നമ്മൾ തിരിഞ്ഞ് നിന്നിട്ട് അവർക്ക് അങ്ങനെ തന്നെ വേണം എന്നാണോ പറയണ്ടേ? സ്തോത്രം. അവിടെ ഇരുന്ന് അങ്ങനെ പറയുന്നവരാണോ നമ്മൾ? എങ്കിൽ നമ്മൾ നല്ല സ്നേഹിതരല്ല. സ്തോത്രം. കർത്താവ് പറഞ്ഞു നിങ്ങൾ നല്ല സ്നേഹിതരായിരിക്കണം. ആമേൻ. കാണുന്ന സഹോദരനെ, കാണുന്ന സഹോദരിയെ സ്നേഹിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് കാണാത്ത ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് കപടഭക്തിയാ. കർത്താവിന് ആ ഭക്തിയൊന്നും ഇഷ്ടമല്ല. സ്തോത്രം. ആമേൻ. ദീപാന്റി പറയും അങ്ങനെ തന്നെ ഭാഷയെ കൊടുക്കി. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അപ്പൊ കാണുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്ത, അവരെ സഹായിക്കാൻ പറ്റാത്ത, അവരോട് സഹതാപം കാണിക്കാൻ പറ്റാത്ത നമ്മുടെ ആരാധന ദൈവം പ്രസാദിക്കുമെന്ന് ചിന്തിക്കരുത്. സ്തോത്രം. കർത്താവിന് മഹത്വം. സഹോദരൻ്റെ വീഴ്ചയിൽ, സഹോദരൻ്റെ തകർച്ചയിൽ, അവൻ്റെ കണ്ണുനീരിൽ നിനക്ക് എവിടെയെങ്കിലും സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അകത്തിരിക്കുന്ന ആത്മാവേതാത്മാവാണെന്ന് ഒന്നുകൂടൊന്ന് ശോധന ചെയ്യണം. സ്തോത്രം. പരിശുദ്ധാത്മാവ് അകത്തിരിക്കുന്ന ഒരു വ്യക്തി മറ്റൊരുവൻ്റെ വേദനയിൽ സന്തോഷിക്കത്തില്ല. സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ? സ്തോത്രം. ചില വ്യക്തികൾ ഇങ്ങനെയാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ അവൻ അങ്ങനെ തന്നെ കിട്ടണം. സ്തോത്രം. അവൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കാണിച്ചതിന് ഞാൻ അപ്പോഴേ വിചാരിച്ചു ഇത് എവിടെയെങ്കിലും ഒരു പണി അവന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത് തന്നെ. സ്തോത്രം. ഇങ്ങനെ പ്രതികാര മനോഭാവമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നതെങ്കിൽ, സ്തോത്രം, നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത് പ്രതികാര മനോഭാവം വെച്ചോണ്ടിരിക്കാനല്ല, ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞേ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അതാണ് യേശുവിൻ്റെ യഥാർത്ഥ മനോഭാവം. കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന മനോഭാവം അതാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ദിവ്യ സ്വഭാവം അതാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരുവന്റെ വീഴ്ചയിൽ സന്തോഷിപ്പാനല്ല, ഒരുവന്റെ തകർച്ചയിൽ കൈകൊട്ടി ചിരിക്കാനല്ല, അവൻ അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് ഉള്ളിനകത്ത് പറഞ്ഞ് സന്തോഷിക്കാനല്ല. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരുവന്റെ തകർച്ചയിൽ അവനെ കരം പിടിച്ച് പ്രാർത്ഥിക്കാൻ കെൽപ്പുള്ളവരായിരിക്കണം ദൈവമക്കൾ. സ്തോത്രം. നിന്റെ അടുത്തൊരാവശ്യവുമായിട്ടൊരു വ്യക്തി വരുമ്പോൾ അവന് വേണ്ടി ധൈര്യത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവരായിരിക്കണം നിങ്ങൾ. നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല. സ്തോത്രം. നമ്മുടെ അടുത്ത് വരുന്ന ഓരോ ആവശ്യങ്ങൾക്ക്, ഓരോ മനുഷ്യരുടെ ആവശ്യങ്ങൾ, ഓരോ മനുഷ്യരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇതിനൊന്നും എനിക്ക് സഹായിക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ആ പറയുന്ന ഉപമയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിന്റെ അടുത്ത് വരുന്ന സ്നേഹിതൻ, ഒരാവശ്യത്തോടെ വരുന്നവൻ, ശൂന്യതയോടെ വരുന്നവൻ, നിന്റെ കയ്യിൽ അവനെ സഹായിപ്പാനുള്ള ഒന്നുമില്ല, മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ഇല്ല,
നിന്റെ കയ്യിൽ അവന് കൊടുക്കാൻ, അവൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള യാതൊരു സംവിധാനങ്ങളും നിന്റെ കയ്യിലില്ല. അതൊരു സത്യമാണ്. പക്ഷെ നിനക്കൊരു സ്നേഹിതനുണ്ട്, എല്ലാമുള്ള ഒരു സ്നേഹിതൻ. എല്ലാ ആവശ്യങ്ങളും തീർത്തു തരുവാൻ കഴിവുള്ളൊരു സ്നേഹിതനുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നിന്നെ വിളിച്ച വിളി എന്താണെന്ന് തിരിച്ചറിയണം. ആമേൻ, സ്തോത്രം. ആരൊക്കെയോ നിന്റെ ഫ്രണ്ടിൽ കണ്ണുനീരോടെ വന്ന് നിൽക്കുമ്പോൾ, പല വിഷയങ്ങൾക്കും വേണ്ടി ആമേൻ പ്രാർത്ഥന ആവശ്യമുള്ള പലരും നിന്റെ അടുക്കൽ വരുമ്പോൾ, അയ്യോ ഞാൻ എങ്ങനെ ഇതിന് സഹായിക്കുന്നേ, ഈ വിഷയത്തിന് ഇപ്പം ഞാൻ എന്നാ ചെയ്യാനാ എന്നല്ല പറയേണ്ടത്. പറയാനുള്ള ധൈര്യം വേണം. എനിക്കൊരു സ്നേഹിതനുണ്ട്, എല്ലാ ആവശ്യങ്ങളും നടത്തി തരുവാൻ കഴിവുള്ള, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ള, നിങ്ങളെ കരം പിടിക്കുവാൻ കഴിവുള്ള ഒരു നല്ല സ്നേഹിതനെ എനിക്കറിയാം. ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് ചോദിക്കൂ, അവൻ നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി നന്മകൾ തരും. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ആവശ്യങ്ങൾ പരിഹരിച്ച് തരുവാൻ നമ്മുടെ സ്നേഹിതനാകുന്ന കർത്താവ് നമ്മുടെ അടുക്കലുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. കർത്താവിന് മഹത്വം. അപ്പം എന്നാ ചെയ്യണം? നിന്റെ സഹോദരന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. സ്തോത്രം. നിന്റെ അയൽവാസിക്ക് വേണ്ടി നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സ്തോത്രം. ആരെങ്കിലുമൊക്കെ തകർച്ചയ്ക്കകത്തേക്ക് പോകുമ്പോൾ അവരെങ്ങനെയെങ്കിലും തകർന്നുകൊണ്ട് പോട്ടെ എന്ന് ചിന്തിക്കരുത്. ഒരു ആത്മഭാരം നിൻ്റെ ഉള്ളിനകത്ത് വേണം. കർത്താവിന് അവനെ പണിയാൻ പറ്റുമെന്ന് പറഞ്ഞ് ബലപ്പെടുത്താനുള്ളൊരു ആത്മധൈര്യം നമ്മുടെ ഉള്ളിനകത്ത് വേണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ പോകുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുമ്പോഴായിരിക്കാം. ഹല്ലേലൂയ. എവിടെയെങ്കിലുമൊക്കെ വെച്ച് പരിശുദ്ധാത്മാവ് പലരെയും നമ്മെ കണക്ട് ചെയ്യും കേട്ടോ. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പരിപാടി എങ്ങനെ? പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് രാവിലെ എഴുന്നേറ്റ് ഇവിടെ വന്നങ്ങ് നിൽക്കുവല്ല ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നിൻ്റെ അകത്ത് ആമേൻ ഇരുന്നു കൊണ്ട് നിനക്ക് സാധ്യതകളെ ദൈവം ഒരുക്കി തരും, വഴികളെ ദൈവം ഒരുക്കി തരും. ചിലരെയൊക്കെ നിന്നോട് കണക്ട് ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, നിങ്ങൾ പഠിക്കുമ്പോൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ, ആമേൻ, ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഭാരത്തിനകത്തായിരിക്കുന്നെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നിരാശകൾക്കകത്തായിരിക്കുന്നെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിനകത്തായിരിക്കുന്നെങ്കിൽ അവരോട് പറയണം, ഈ പ്രശ്നം എൻ്റെ യേശുവപ്പച്ചനോട് പ്രാർത്ഥിച്ചാൽ യേശുവപ്പച്ചനെ പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരും കേട്ടോ. കർത്താവിന് മഹത്വം. കർത്താവ് ആമേൻ അത്ഭുതം ചെയ്യുന്നവന്. കർത്താവിനോട് പ്രാർത്ഥിച്ച്, യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരെ ബലപ്പെടുത്താനുള്ളൊരു ആത്മധൈര്യം നമ്മുടെ ഉള്ളിനകത്ത് വേണം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ മുട്ടുവിൻ, മുട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? തുറക്കപ്പെടും. കർത്താവിന് മഹത്വം. നമ്മൾ മുട്ടാറുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിൽ പോയി മുട്ടാറുണ്ടോ? നമ്മൾ പലപ്പോഴും മുട്ടാറുണ്ട്. കർത്താവിന് മഹത്വം. പല വിഷയങ്ങൾക്കും വേണ്ടി നമ്മൾ മുട്ടാറുണ്ട്, കർത്താവിനോട് ചോദിക്കാറുണ്ട്, കർത്താവിനോട് യാചിക്കാറുണ്ട്. നമ്മൾ ചോദിക്കുന്ന വിഷയം എന്തൊക്കെയാണെന്ന് കർത്താവിന് കൃത്യമായിട്ട് അറിയാം. കൃത്യമായിട്ട് കർത്താവ് താഴെ പറഞ്ഞിട്ടുമുണ്ട്. എന്തുവാണെന്നറിയാമോ? മകൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? അപ്പം മകൻ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്നാ? എനിക്ക് അപ്പം വേണം. അടുത്ത് ചോദിക്കുകയാണ് യേശു, മകൻ അപ്പനോട് മീനിനെ ചോദിച്ചാൽ പാമ്പിന് കൊടുക്കുമോ? സ്തോത്രം. അപ്പോൾ രണ്ടാമത്തെ ആവശ്യം എന്നാ? മീൻ അല്ലേ? ഒന്നാമത്തെ ആവശ്യം എന്നായിരുന്നു? അപ്പമായിരുന്നു. രണ്ടാമത്തെ ആവശ്യം എന്നായിരുന്നു? മീനായിരുന്നു. നമ്മുടെ മക്കൾ ചോദിച്ചാൽ ഇതൊക്കെ തന്നെ എന്ത് ചെയ്യത്തുള്ളൂ? ചോദിക്കത്തുള്ളൂ. എന്നാ വേണം? എനിക്ക് അപ്പം വേണം, എനിക്ക് മീൻ വേണം, എനിക്കിവിടെ ജീവിക്കാനുള്ളൊരു ജോലി വേണം, എനിക്കൊരു സാമ്പത്തിക നന്മ വേണം, എൻ്റെ കടം മാറണം. മക്കൾ ചോദിച്ച ഇതൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ? മക്കൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ചോദിക്കാൻ അറിയത്തുള്ളൂ. പക്ഷേ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് എന്നാണെന്നറിയാമോ? ഇതൊക്കെ ചോദിക്കുമ്പോൾ അപ്പൻ അറിഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. എന്തുവാണെന്നറിയാമോ? ആമേൻ. മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നു, തന്നോട് യാചിക്കുന്നവർക്ക് ദൈവം അധികം നന്മ കൊടുക്കുമെന്ന് എഴുതിയപ്പോൾ, അധികം നന്മ കൊടുക്കുമെന്ന് എഴുതിയപ്പോൾ, ഹല്ലേലൂയ. അങ്ങനെയാണോ? ആ വാക്യം ഒന്ന് വായിച്ചേ. 7
11, 12 വാക്യങ്ങൾ വായിച്ചേ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അയ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുമെന്ന് പറഞ്ഞ് കർത്താവ് നിങ്ങൾ ചോദിക്കുക, ഞാൻ അധികം എന്ത് ചെയ്യാം, തരാം. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നല്ലതേ നിങ്ങൾ കൊടുക്കത്തുള്ളൂ. സ്തോത്രം. ഇത്രയും ദോഷികളായിരിക്കുന്ന നിങ്ങൾ, മനുഷ്യനെ നോക്കിയിട്ട് കർത്താവിന് നല്ലവനെന്ന് പറയുവാൻ തോന്നിയിട്ടില്ല. കർത്താവ് പറഞ്ഞു, എടാ ദോഷികളായ നിങ്ങൾ. സ്തോത്രം. ദോഷികളെന്ന് എന്നാ പറഞ്ഞെന്നറിയാവോ? സ്തോത്രം. കർത്താവിനറിയാം നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെയും നമ്മുടെ മക്കളെയും മാത്രമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ സ്കൂളിൽ പോകുമ്പോൾ പറയണേ അവളെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിച്ചോണം. സ്തോത്രം. സ്തോത്രം. നിനക്കെത്ര മാർക്കുണ്ട്? എനിക്ക് 50-ന് 45 അശ്വതിക്കോ? അതിന് നീ അറിയുന്നേ? സ്തോത്രം. ആ കുട്ടികൾ എന്ത് ചെയ്യരുത്? പരസ്പരം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന നമ്മുടെ മക്കൾ എന്ത് ചെയ്യണമെന്നാ? ഉയർന്ന് ഇരിക്കണമെന്നാ. നമ്മുടെ മക്കൾ ഉയർന്നിരിക്കണം, നല്ലതാ എന്ന് പറഞ്ഞ് അടുത്ത വീട്ടിലെ പിള്ളേരെ വെച്ച് എന്ത് ചെയ്യരുത്? കമ്പയർ ചെയ്യരുത്. സ്തോത്രം. ഇതുപോലെ നമ്മളും കമ്പയർ ചെയ്യുന്നവര്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എടാ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ നീതിമാനായ സ്വർഗത്തിലെ ദൈവം തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം നന്മ കൊടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. എത്ര അധികം നന്മ കൊടുക്കും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. എത്ര അധികം നന്മ തരും കേട്ടോ. നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികം നന്മ കർത്താവ് നമ്മുടെ കരങ്ങളിൽ തരും. പ്രിയമുള്ളവരെ, ദൈവത്തെ വിശ്വസ്തമായി സേവിച്ചാൽ നമ്മൾ തലകുനിയപ്പെടേണ്ടി വരത്തില്ല. കർത്താവിനെ വിശ്വസ്തയോടെ പിൻപറ്റിയാൽ നമ്മൾ തലകുനിഞ്ഞ് നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകത്തില്ല. സ്തോത്രം. എവിടെയെങ്കിലുമൊക്കെ ആമേൻ സ്തോത്രം തകർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ നിന്ദകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ തകർച്ചകൾ വരുമ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷനെ നോക്കി, സാഹചര്യത്തെ നോക്കി ദൈവത്തെ പഴിച്ചുകൊണ്ടിരിക്കാതെ ദൈവത്തോട് ചേർന്നിരുന്ന് നിങ്ങളുടെ വിഷയങ്ങളെന്ന് കർത്താവിനോട് പറയാൻ സമയം കണ്ടെത്തിയാൽ അത്ഭുതകരമായ വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം എൻ്റെ അപ്പൻ നീതിമാനായ അപ്പന തന്നോട് യാചിക്കുന്ന ഏവർക്കും അവൻ അധികം 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 നന്മകൾ കൊടുക്കുന്ന ദൈവമാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. മത്തായി എഴുതിയിരിക്കുന്നത് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം എന്നാ കൊടുക്കുമെന്ന നന്മ. ആ വാക്കാണ് അവിടെ കൊടുത്തേക്കുന്നത്. നന്മ എത്ര അധികം കൊടുക്കും. സ്തോത്രം. നന്മ കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് മത്തായി പറഞ്ഞത്. പക്ഷേ എന്നാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ ആമേൻ സ്തോത്രം 12-13 വാക്യങ്ങൾ വായിച്ച്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. എന്തുവാ ലൂക്കോസ് എഴുതിയപ്പോൾ മാറ്റി എഴുതിയതല്ല, അതാണ് അതിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. സ്തോത്രം. നമുക്ക് ഏറ്റവും അധികമായി വേണ്ട നന്മ എന്നാണെന്നറിയാമോ? പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. നമ്മൾ കർത്താവിനോട് അപ്പം ചോദിക്കും, കർത്താവിനോട് മീൻ ചോദിക്കും. ഇതൊക്കെ കഴിച്ച് ദഹിച്ചു പോകുമ്പോൾ വീണ്ടും നമുക്ക് എന്നാ ചെയ്യും? വിശപ്പുണ്ടാകും. കർത്താവിനതറിയാം. എന്നാൽ നമുക്കതൊക്കെ ചോദിക്കാൻ അറിയത്തുള്ളൂ. എന്നാൽ സ്നേഹമുള്ള പിതാവ് നീ ഭൗതിക നന്മകൾ ചോദിക്കുമ്പോൾ, നീ അപ്പനോട് ചേർന്നിരിക്കുമ്പോൾ, അപ്പനോട് സംസാരിക്കുന്നൊരു വ്യക്തിയായി തീരുമ്പോൾ അവൻ നിനക്ക് തരാൻ പോകുന്നത് കേവലം ഭൗതിക നന്മകൾ മാത്രമല്ല, അധികമായി പരിശുദ്ധ
പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ തരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. എത്രത്തോളം നിങ്ങൾ ദൈവ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുമോ അത്രത്തോളം പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങൾക്ക് കൈമാറും. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ദൈവ സാന്നിധ്യത്തോട് അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത്രത്തോളം പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ കർത്താവ് പകരും. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് ലഭിക്കണമെങ്കിൽ അടുത്ത് ചെല്ലണം. എങ്ങനെ പാസ്റ്ററെ അടുത്ത് ചെല്ലുന്നത്? ആരുടെ അടുത്ത്? പാസ്റ്ററുടെ അടുത്ത് വന്ന് നിന്നാൽ മതിയോ? സ്തോത്രം. അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു വിശ്വാസിയുടെ അടുത്ത് നിന്ന് നിന്നാൽ മതിയോ? എങ്ങനെ ഈ അടുത്ത് ചെല്ലുന്നേ മോനെ? ആമേൻ സ്തോത്രം. എങ്ങനെ അടുത്ത് ചെല്ലുന്നതെന്ന് ചോദിച്ചാൽ അവൻ ദൈവസ്നേഹത്തിൽ, ഞാൻ പറഞ്ഞുതരാം. സ്തോത്രം. അവൻ നമ്മളൊരു വ്യക്തിയെ ആഴമായി സ്നേഹിക്കുന്നു എന്നിരിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളൊരു വ്യക്തിയെ ആഴമായി സ്നേഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ അമ്മയാകാം, നിങ്ങളുടെ അപ്പനാകാം, നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ വൈഫാകാം. നിങ്ങളൊരു വ്യക്തിയോട് നിങ്ങൾക്ക് അഗാധമായ സ്നേഹമുണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിയോട് അഗാധമായ സ്നേഹമുണ്ട്. നിങ്ങളുടെ അപ്പനോട്, നിങ്ങളുടെ അമ്മയോട്, നിങ്ങളുടെ സഹോദരങ്ങളോട്, നിങ്ങളുടെ ഹസ്ബൻഡിനോട്, നിങ്ങളുടെ വൈഫിനോട് നിങ്ങൾക്ക് അഗാധമായ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം എപ്പോഴും എവിടെ ആയിരിക്കും ഇരിക്കുന്നത്? അവരോടുകൂടെ ചേർന്നായിരിക്കും ഇരിക്കുന്നത്. സ്തോത്രം. ആമേൻ സ്തോത്രം. അതിലും ഗ്ലാമറുള്ള പലരെയും നമ്മൾ കണ്ടെന്ന് വന്നേക്കാം. പക്ഷേ യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല? മനസ്സ് ഇളകി പോകത്തില്ല. സ്തോത്രം. യഥാർത്ഥ സ്നേഹം നമ്മുടെ ഭാര്യയോടും നമ്മുടെ ഭർത്താവിനോടും നമ്മുടെ മക്കളോടും ഒക്കെ ഉണ്ടെങ്കിൽ, സ്തോത്രം, നിങ്ങളൊന്ന് ചിന്തിച്ച്. ഹന്നയും അനന്യയും കൂടെ രാവിലെ സ്കൂളിലോട്ട് പോയി സ്തോത്രം. അവിടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നിൽക്കുമ്പോൾ നമ്മുടെ ദീപ്തി സിസ്റ്റർ സ്കൂട്ടറിൽ വിളിക്കാൻ പോയി അവിടെ നിന്നപ്പോൾ, സ്തോത്രം, ഇവരിങ്ങനെ അവിടെ നിൽപ്പുണ്ട്. സ്കൂൾ വിട്ട് ഇങ്ങനെ വരിയായിട്ട് വന്നുകൊണ്ടിരിക്കുക. ദീപ്തി സിസ്റ്റർ നോക്കിയപ്പോൾ ഇതിനേക്കാളും കൊള്ളാം എന്നുള്ള വേറെ 2 പിള്ളേർ നിൽക്കുന്നത്. ഇങ്ങോട്ട് അതിനെ പിടിച്ച് കയറ്റിക്കൊണ്ട് വീട്ടിൽ വരുമോ? സ്തോത്രം. കർത്താവിന് മഹത്വം. അതാണ് സ്നേഹബന്ധത്തിൻ്റെ ആഴം എന്ന് പറയുന്നത്. സ്തോത്രം. സ്നേഹബന്ധത്തിൻ്റെ ആഴം എന്ന് പറയുന്നത്. ആമേൻ. മനസ്സെവിടെ ഇരിക്കും? ആ വ്യക്തിയോട് കൂടെ ഇരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇതുപോലെ ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്ന് പറയുമ്പോൾ മനസ്സിനകത്ത് എപ്പോഴും ഒരു ദൈവത്തോട് അടുത്ത് ചെല്ലാനുള്ള കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആ ദൈവസ്നേഹം ഇങ്ങനെ ഉള്ളിൽ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കും. സ്തോത്രം. കർത്താവിന് മഹത്വം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആ ദൈവസ്നേഹം ഉള്ളിനകത്ത് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാൻ പറ്റും. സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ ആരും പറയണ്ട, അവർ പറയാതെ പ്രാർത്ഥിക്കുന്നത് കാണാം. സ്തോത്രം. ആരാധനയ്ക്ക് വരണമെന്ന് ആരും നിർബന്ധിക്കേണ്ട, അവർ ആരാധനകൾക്ക് കഴിവതും പോയി പങ്കെടുക്കും. സ്തോത്രം. അങ്ങനെയുള്ളവർ സാഹചര്യം കിട്ടിയാൽ മാത്രമല്ല ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഏത് സാഹചര്യത്തിലാണെങ്കിലും അവരുടെ ഉള്ളം ദൈവത്തോട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. സങ്കീർത്തനക്കാരനെ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ. പാസ്റ്റർ, ഇത്രയും വർഷമായിട്ട് ഞാൻ ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ട് എനിക്കിങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, എനിക്കിങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. നിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് വരേണ്ടതുപോലെ വന്നിട്ടില്ലാത്തതുകൊണ്ടാണ്. സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിനെ അധികമായി നിങ്ങളുടെ മേൽ അവന് പകരും. സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. തുറന്നിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണെന്നറിയാമോ? അധികമായി പരിശുദ്ധാത്മാവിനെ കർത്താവ് നിങ്ങളുടെ മേലയക്കും. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എല്ലാ സാഹചര്യങ്ങളെയും തരണം ചെയ്യാനുള്ളൊരു ബലം നമ്മുടെ മേൽ തരും. സ്തോത്രം. പരിശുദ്ധാത്മാവ് എത്ര അധികമായി നമ്മുടെ മേൽ വരുന്നുവോ, പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നമ്മൾ പ്രാപിക്കുന്നുവോ, അതനുസരിച്ചായിരിക്കും നമ്മുടെ ആത്മീക നിലവാരം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദി ഒഴുക
മുട്ടോളം അല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥാ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാ. മുട്ടോളം അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാ. ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥാ. നീന്തിയിട്ടല്ലാതെ നീരുറവ ഇന്ന് തുറക്കനാഥാ. നീന്തിയിട്ടല്ലാതെ തുറക്കന നീന്തിയിട്ടല്ലാതെ നീരുറവ ഇന്നോ തുറക്കനാഥാ. സൈന്യത്താലെ അല്ല ശക്തിയാലെ ഓ ദൈവത്തിൻ്റെ ആത്മാശക്തിയാലത്രേ. സൈന്യത്താലെ ആമേൻ ശക്തിയാലെ ഓ ദൈവത്തിൻ്റെ ആത്മാശക്തിയാല ആമേൻ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ല് കയറ്റാം ദൈവസഭ. ആമേൻ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം റവനം ശബരഗദം സുരമാരഗദേ വൈരഗരഗദേ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാ. പെന്തക്കോസ്തു നാൾ ആഗ്രഹത്തോടെ പാടിക്കേ, ആഗ്രഹത്തോടെ ആഗ്രഹത്തോടെ പിന്മഴ നൽകാ. ആമേ മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. മുട്ടോളം അല്ല കൊതിയാവല്ലോ കൊതി ഇന്ന് പകൽക്കാലം കൊതിയോടെ പാടിയേ, കൊതിയോടെ ഒന്നുകൂടെ. ഓ മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദി. കൊതിയോടെ കൊതിയോടെ. മുട്ടോളം അല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുക. അവൻ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഇന്ന് തുറക്കനാഥാ. ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന്. ആമേൻ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആമേൻ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥാ. ആമേൻ പെന്തക്കോസ്തു നാളിൽ മഴ പെയ്ച്ച പരമപിതാവേ വൈരഗരഗതം ചുടമരഗട്ടം വൈരഗരഗതം ചുടമരഗട്ടം വൈരഗരഗതം അസ്തമരഗതനഗരഗ. ഓ പിന്മഴ പെയ്യണം മാലിന്യം മാറേണം നിഞ്ചനമുണർന്ന് ആമേൻ. പിന്മഴ പെയ്യണം മാലിന്യം മാറേണം നിഞ്ചനമുണർന്ന് വേല ചെയ്യുക. ആത്മാവെ കനിയണമേ അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെന്മേൽ പതിയണമേ അഗ്നിനാവുകളെന്മേൽ പതിയണമേ. ആത്മാവെ കനിയണമേ അഭിഷേകം പകരണം. ആമേൻ ആമേൻ. ആത്മാവെ കനിയണമേ അഭിഷേകം പകരണം. ആത്മാവേ ആത്മാവെ കനിയണമേ അഭിഷേകം. ഓ ആത്മാ
ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ. ആഗ്രഹത്തോടെ ചോദിച്ച്, ആഗ്രഹത്തോടെ ചോദിച്ച്, ആഗ്രഹത്തോടെ ചോദിച്ച്. ഓ രവനന്തേ ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദി ഒഴുക. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദി ഒഴുക. ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ ഓ നീരുറവ ഇന്ന് തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ചൂടമാല വൈലമാന റിഗമാന ചൂടരാമ ശങ്കരാദ റിഗമാന അബ്ദൽ കമന ചൂടമനകറ്റം വൈഡകരകനം ചൂടമനാദം വൈഡകരകനം ഭേരകനത്ത്. ഓ അസ്തഭവനം ചൂടമനാദം വൈഡകരകനം ചൂടമനത്തം വൈഡകരകനം ചൂടമനകത്തം വൈഡകരകനം അബ്ദൽ കമനം ചൂടമന വൈഡകരകത ചൂടമനാദേ വൈഡകമന അർത്ഥമനകതന ഘടക ചുടമാരകത വൈഡഭവനെ ധേരവനന്തം വൈഡകരകനം അസ്തൽ കമനം ചുടമാരകന വൈഡ ചൂടമനന്തേ വൈഡകരകത ചുടമാരകത അസ്തൽ ഭവനം ദുരമം ധേരവനാദം വൈഡകരകനം ചുടമനകത്തം വൈഡകരകതം അസ്തൽ കമനം ചുടമം ധേരവനാദം വൈഡകമനം ചുടമനകത്തം വൈഡകരകതം അസ്തമനകതം ചുടമനകത്ത വൈഡകരകത ചുടമാരകത രകതേ അന്തോരവനന്തം വൈഡകരകതം ചൂടമനാദം വൈഡകരകതം അസ്തൽ കമനം ചുടമം രേകം ധേരം ധേരവനന്തം വൈഡകരകതം. ഹല്ലേലൂയ ആ കരങ്ങളെ അടിച്ചു കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആത്മാർത്ഥതയോടെ ഇന്ന് പകൽക്കാല കരങ്ങളെ അടിച്ചു കർത്താവിന് ശക്തിയോടെ സ്തുതിച്ചാട്ടെ. കരങ്ങളെ അടിച്ച് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരങ്ങളെ അടിച്ച് എല്ലാ ദൈവമക്കളും ചില നിമിഷങ്ങൾ കരങ്ങളെ അടിച്ചു കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ചുടമനഗദരഘടക പ്രൗഢപരഗദരഘടക ശബ്ദരാദിമാനവൽ പ്രൗഢപരഗദരഘടക. ഹല്ലേലൂയ. നമ്മുടെ നല്ല പിതാവിൻ്റെ ഏറ്റവും വലിയ ഗുണം തന്നോട് യാചിക്കുന്നവർക്ക് അധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. അത് നീ മുട്ടോളമാണ് പ്രാപിച്ചതെങ്കിൽ നിന്റെ ഡെഡിക്കേഷൻ നിമിത്തം അത് അരയോളം ഉയരണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. അരയോളമാണ് നിനക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് അത് ഉയർന്ന് ശിരസോളം എത്തണം. ഹല്ലേലൂയ. ശിരസോളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും കൊണ്ട് നിന്റെ ആഗ്രഹം തീരരുത്. നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്തൊരു വലിയ ആത്മസാന്നിധ്യത്തിലേക്ക്, നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്തൊരു ആത്മസാന്നിധ്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയും. രാവിലെ നീ എഴുന്നേൽക്കുമ്പോൾ നിന്നോട് പരിശുദ്ധാത്മാവ് പറയും നീ എങ്ങോട്ട് പോകണമെന്ന്. ഒരു വ്യക്തിയെ നീ കണ്ടുമുട്ടുമ്പോൾ നിന്റെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് പറയും അവൻ എന്ത് വിഷയത്താലാണ് ഭാരപ്പെടുന്നത്, അവനോട് എന്നെ പറയണമെന്ന്. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ആലോചന പറഞ്ഞു തരും. അങ്ങനെ പരിശുദ്ധാത്മ നിയന്ത്രണപൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അതിനെന്നെ ആവശ്യമുള്ള പൈസ കൊടുത്താൽ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം വാഞ്ചയുള്ളൊരു ഹൃദയം നിനക്കുണ്ടോ? ദാഹമുള്ളൊരു മനസ്സ് നിനക്കുണ്ടോ? മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. അവൻ തുറന്നാൽ അധികമായി പരിശുദ്ധാത്മാവിനാൽ നിന്നെ നിറയ്ക്കുന്ന കർത്താവ്. അധികമായി പരിശുദ്ധാത്മാവിനാൽ നിന്നെ നിറയ്ക്കും. അധികമായി പരിശുദ്ധാത്മാവ് നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിന്റെ ഫ്രണ്ടിൽ വരുന്ന പ്രശ്നങ്ങളെ നീ അഭിഷേകത്താൽ ജയിച്ചു തുടങ്ങും. നിന്റെ മുൻപിൽ വരുന്ന വെല്ലുവിളികളെ നീ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ജയിക്കാൻ തുടങ്ങും. നിന്റെ മുൻപിൽ വരുന്ന സകല പ്രതിസന്ധികളെയും ജയിക്കാനുള്ള
ശക്തി അഭിഷേകത്തിന്റെ അകത്തുണ്ട്. ഉടരമന വൈഡകരകഥന ഘടക അർത്ഥൽക്കമന ഘടക ശാന്തൽക്കമന. പരിശുദ്ധാത്മാവ് നിന്നെ ധൈര്യപ്പെടുത്തും. വചനത്തിനകത്ത് നമ്മൾ കാണുന്നു, പരിശുദ്ധാത്മാവിനാൽ ശിഷ്യന്മാർ നിറഞ്ഞപ്പോൾ അവർക്ക് അസാധ്യമായ ധൈര്യമുണ്ടായി. ഹല്ലേലൂയ. അവരുടെ ധൈര്യം കാണുകയാൽ പലരും പേടിച്ചു. ഇവർ സാമാന്യരും പഠിപ്പും വിവരവുമൊക്കെ ഇല്ലാത്ത സകല സാധാരണ മനുഷ്യരല്ലയോ. എന്നാൽ ഇവർക്ക് എവിടെന്നാ ഈ ധൈര്യം കിട്ടിയത്? ഇവർക്ക് ധൈര്യം കിട്ടിയത് പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ്. ഇന്ന് പകൽക്കാലം നീ എവിടെയെങ്കിലും ആരുടെയൊക്കെയോ വാക്കുകളുടെ മുമ്പിൽ, ആരുടെയൊക്കെയോ നോട്ടത്തിൻ്റെ മുൻപിൽ, ആരുടെയൊക്കെയോ വാക്കുകളുടെ മുമ്പിൽ വേദനിച്ച് തലകുഴിച്ച് നിന്ന സാഹചര്യങ്ങളില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ അതിനെ ഓവർകം ചെയ്യുക. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ അതിനെ ഓവർകം ചെയ്യുക. ഉള്ളിനകത്ത് ബലം പകരട്ടെ പരിശുദ്ധാത്മാവ്. ഉള്ളിനകത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ധൈര്യം പകരട്ടെ. ചുടമന വൈഡകരകഥന ഹർത്തൽ പ്രഭുടമനഗതരഘടക ശബ്ദരാധിയാന. നിനക്ക് വേണ്ടത് കേവലം ഒരു സാമ്പത്തിക നന്മയോ ഒരു ഭൗതിക നന്മയോ മാത്രമല്ല. ഇതൊക്കെ അവൻ തരാൻ ശക്തനാണ്. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. നീ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കേണ്ടത്, അപ്പച്ചാ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ എൻ്റെ മേൽ പകരണമേ, പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ എൻ്റെ മേൽ പകരണമേ, പരിശുദ്ധാത്മാവിനെ അധികമായി എൻ്റെ മേൽ പകരണമേ. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പാപബന്ധനങ്ങളെ ജയിപ്പാനുള്ള ശക്തി, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിന്റെ മുൻപിൽ നിൽക്കുന്ന ദുർഘടങ്ങളെ നേരിടാനുള്ള ശക്തി. കാരാഗ്രഹത്തിൻ്റെ അകത്തും പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ.